ഇനി 26 മിനിറ്റ് മാത്രം ബാക്കി. ഇപ്പോൾ ടൈം 2:34. ഷിപ്പിൽ തിരിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ട ലാസ്റ്റ് റിപ്പോർട്ടിംഗ് ടൈം 3 മണി. നമ്മളെങ്ങാനും ലേറ്റായ ഷിപ്പ് നമ്മളെ കാത്തു നിൽക്കില്ല. ആൻഡ് ഷിപ്പ് പോയാൽ അതിൻ്റെ കൂടെ പോകുന്നത് നമ്മുടെ ജോലി, നമ്മുടെ ഡ്രീംസ്, നമ്മുടെ ഫ്യൂച്ചർ ആൻഡ് നമ്മൾ ഇന്ന് ചിലവാക്കിയ 1 ലക്ഷം രൂപ എല്ലാം വേസ്റ്റ് ആവും. ആൻഡ് ഐ വിൽ ബി എ ഡെസേർട്ടർ. Hello everyone, it is Marvin here. വെൽക്കം ടു ഡേ 35 at sea. അങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ടാക്സി വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. 1 മാസത്തെ കടൽ ജീവിതത്തിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ കരയിലേക്ക് ഇറങ്ങുന്നത്. ആൻഡ് ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന ഓരോ സെക്കൻഡും വേറെ തന്നെ ഫീലാണ്. ഈ ഷിപ്പ് ലൈഫൊക്കെ പുറത്തുനിന്നൊക്കെ നോക്കുമ്പോൾ ഒരുപാട് എക്സൈറ്റിങ്ങും ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആയിരിക്കും. പക്ഷെ അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പുറത്തിറങ്ങലും കറങ്ങലൊക്കെ എല്ലാ സീഫെയറേഴ്സിൻ്റെ മൈൻഡ് ഒന്ന് റീസെറ്റ് ചെയ്യാനോ റിലാക്സ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ കണ്ടന്റ് ക്രിയേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് മാസങ്ങളായി. ആൻഡ് ഫ്രം സീറോന്ന് തുടങ്ങിയതിനെ കൊണ്ട് തന്നെ നമ്മൾ ഈ ബേസിക് ആയിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ്, വീഡിയോഗ്രാഫി, കളർ ഗ്രേഡിംഗ്, അപ്ലോഡിങ് എന്നിങ്ങനെയുള്ള എല്ലാം പഠിച്ചെടുക്കാൻ തന്നെ ഒരുപാട് ടൈം എടുത്തു. ആൻഡ് ഇപ്പോൾ ഒക്കെ കുറച്ച് ഓക്കെ ആയതിനെ കൊണ്ട് തന്നെ നമ്മളുടെ ജേർണിയിൽ അടുത്ത സ്റ്റെപ്പിലേക്കുള്ള ടൈം ആയെന്ന് തോന്നിയോണ്ടാണ് നമ്മളുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന എക്സസറീസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ചെറിയ ഐഡിയ ഉണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ ഷോർ ലീവിൻ്റെ മെയിൻ റീസൺ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് JB Hi-Fiവിലാണ്. JB Hi-Fi ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും ഉള്ള വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇലക്ട്രോണിക് റീറ്റെയിലേഴ്സ് ആണ്. സോ നമുക്ക് അവരെ വിശ്വസിച്ച് ബെറ്റർ ഓഫേഴ്സിന് നമുക്ക് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാനൊരു സീഫെയറർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അറിയാത്ത ലോക്കൽ വെൻഡേഴ്സിൻ്റെ അടുത്തുനിന്ന് എടുത്തിട്ട് റിസ്ക് എടുക്കാൻ വയ്യ. സോ നമുക്കുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ വെൽ റെപ്യൂട്ടഡ് ആയിട്ട് നമ്മളെ പറ്റിക്കില്ലാതെ ഉറപ്പുള്ള വെൻഡേഴ്സിൻ്റെ അടുത്തുനിന്ന് JB Hi-Fi പോലുള്ള ഇലക്ട്രോണിക് റീറ്റെയിൽ ജയൻസിൻ്റെ അടുത്തുനിന്ന് വാങ്ങുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ടൈം ഇപ്പോൾ ഏകദേശം 1:45 ആയിട്ടുണ്ട്. നമ്മളെ ടാക്സി ഡ്രൈവറോട് പിക്കപ്പ് ചെയ്യാൻ വരാൻ പറഞ്ഞിട്ടുള്ള ടൈം 2:30 കാരണം ഷിപ്പിൽ നമ്മളോട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് റിപ്പോർട്ടിംഗ് ടൈം 3 മണിയാണ്. സോ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നോക്കണം. കാരണം ലേറ്റ് ആയാൽ ആ ടാക്സി മിസ് ചെയ്താലൊക്കെ ഭയങ്കര വലിയ സീനാണ്. ആൻഡ് ഇൻ കേസ് നമുക്ക് ഷിപ്പിൽ പറഞ്ഞ ടൈമിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല, നമ്മൾ ലേറ്റായി ആൻഡ് ഷിപ്പിലെ കാർഗോ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഷിപ്പ് സെയിലായിട്ടുണ്ടെങ്കിൽ നല്ല സീനാണ്. ഒഫീഷ്യലി നമുക്ക് ഡെസേർട്ടർ എന്നുള്ളൊരു ടാഗ് കിട്ടും. അതിനുശേഷം കമ്പനി തീരുമാനിക്കും നമ്മുടെ സ്വന്തം എക്സ്പെൻസിൽ അടുത്ത പോർട്ടിലെത്തി ഷിപ്പ് ജോയിൻ ചെയ്യണോ അതോ സ്വന്തം എക്സ്പെൻസിൽ നാട്ടിലേക്ക് പോകണം എന്നുള്ളത്. ആൻഡ് ഇത് നമ്മുടെ ജോലി, നമ്മുടെ കരിയർ, നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ ഡ്രീംസ് എല്ലാത്തിനും ഇത് ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ ആ റിസ്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ വന്ന കാര്യം നമുക്ക് പെട്ടെന്ന് നടത്തണം. സോ ബേസിക്കലി നമ്മുടെ ഷോപ്പിംഗ് ലിസ്റ്റിലുള്ളത് 4 ഐറ്റംസ് ആണ്. ഒന്ന് ഇപ്പോൾ അടുത്ത് റിലീസായിട്ടുള്ള DJIയുടെ പോക്കറ്റ് ഡ്രോൺ ആയിട്ടുള്ള DJI Neo. 2 ഓൾറെഡി മാർക്കറ്റിൽ ഇറങ്ങി കുറച്ച് കാലമായിട്ട് മാർക്കറ്റിലുള്ള DJIയുടെ തന്നെ ആക്ഷൻ ക്യാമറ ആയിട്ടുള്ള Osmo Action 4. 3 DJIയുടെ തന്നെ മൊബൈൽ ജിംബൽ സ്റ്റെബിലൈസർ ആയിട്ടുള്ള Osmo Mobile 6. പിന്നെ ഫൈനലി ഈ എല്ലാ പ്രൊഡക്ട്സിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എക്സസറി കിറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് ലിസ്റ്റ്. അപ്പോൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങി നമ്മുടെ വീഡിയോഗ്രാഫി ഒന്നും കൂടി നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. ആൻഡ് അതാണ് പ്ലാൻ. ഓക്കെ, ഫൈനലി നമുക്ക് നമ്മുടെ ഷോപ്പിംഗ് ലിസ്റ്റിലുള്ള എല്ലാ ഐറ്റംസും ഇവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രൈസിനൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സീഫെയറർ ആയതുകൊണ്ട് തന്നെ ഈ ഡ്രോൺ നമ്മൾ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ഓരോ പോർട്ടും ഹൈ സെക്യൂരിറ്റി ഏരിയാസ് ആണ്. അപ്പം നമുക്ക് ഈ ഡ്രോണൊന്നും അവിടെ യൂസ് ചെയ്യാനേ പറ്റില്ല. ആൻഡ് നമ്മൾ ഓരോ രാജ്യത്ത് പോകുമ്പോൾ ഈ ഡിക്ലറേഷൻ ഇതിങ്ങനെ ഡിക്ലെയർ ചെയ്യേണ്ടി വരും. അത് അധികം പേപ്പർ വർക്ക് ഉണ്ടാക്കും. അതൊരു വേറെ ഹെഡേക്കായി മാറും. ആൻഡ് ചില രാജ്യങ്ങൾ രജിസ്റ്റർ ചെയ്യാത്ത ഡ്രോൺ ഫ്ലൈ ചെയ്യുക എന്നുള്ളത് ബാൻഡാണ്. അപ്പോൾ അതും നമുക്ക് വേറൊരു തലവേദന ആയിട്ട് മാറും. പിന്നെ ഇന്ത്യയിലോട്ട് പുറത്തുനിന്നുള്ള ഡ്രോൺസ്, DJI പോലത്തെ ഡ്രോൺസ് കൊണ്ടുവരുന്നതിന് തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ നമുക്ക് കുറച്ച് അടിപൊളി വിഷ്വൽസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് നമ്മളിതിപ്പോൾ വാങ്ങുന്നത്. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ഹോപ്പ്ഫുള്ളി നമുക്കിത് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റട്ടെ. നമ്മളിപ്പോൾ ബില്ല് പേ ചെയ്യാനുള്ള ലൈനിലാണ് നിൽക്കുന്നത്. ആൻഡ് നമുക്ക് വന്നിട്ടുള്ള
ബിൽ ഓൾമോസ്റ്റ് ക്ലോസ് ടു 1 lakh ആണ്. പിന്നെ ഇവിടുത്തെ കറൻസി ന്യൂസിലൻഡ് ഡോളർ ആയതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ആ കറൻസി ഇല്ല. ആൻഡ് സോ നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. ടൈം ഇപ്പോൾ 2 മണി ആയിട്ടുണ്ട്. ഇനി 1/2 മണിക്കൂറും കൂടി ഉണ്ട് നമ്മൾ ഡ്രൈവറോട് പറഞ്ഞ പിക്കപ്പ് ടൈം ആവാൻ വേണ്ടിയിട്ട്. സോ അതിനുള്ളിൽ നമ്മൾ ഈ ഷോർ ലീവിന് ഇറങ്ങിയ രണ്ടാമത്തെ റീസൺ നമുക്ക് ഫുൾഫിൽ ചെയ്യണം. യെസ്, അതാണ് ഫുഡ്. നോർമലി നമ്മളെ ഷിപ്പിൽ അടിപൊളി ഫുഡാണെങ്കിലും നമുക്ക് ഫുഡൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷെഫും ഒരു അസിസ്റ്റൻറ്റ് ഷെഫൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ കമ്പനി ഒരു യൂറോപ്യൻ കമ്പനി ആയതുകൊണ്ടും പോരാത്തതിന് നമ്മളെ ക്രൂ മോസ്റ്റ്ലി ഫിലിപ്പിനോസ് ആൻഡ് യൂറോപ്യൻസ് ആൻഡ് ഇന്ത്യൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഇന്ത്യൻ ക്യൂസീൻ എപ്പോഴും കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ആൻഡ് ഈ കിട്ടുന്ന ഇന്ത്യൻ ക്യൂസീനൊക്കെ ടേസ്റ്റ് ഉണ്ടാവാനാണെങ്കിൽ അതിലും കുറവ് ചാൻസാണ്. സോ ഭൂരിഭാഗം സീഫെയറേഴ്സും ഷോർ ലീവിന് ഇറങ്ങുന്നത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇങ്ങനെ ഷോർ ലീവിന് ഇറങ്ങുമ്പോൾ നമുക്ക് ഇന്ത്യൻ ക്യൂസീനിലുള്ള ഫുഡ് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടേസ്റ്റുള്ള ഫുഡായിട്ടുള്ള മെക്ഡി, KFC, പിസ്സ ഹട്ട് അങ്ങനത്തെ ഫുഡൊക്കെ എന്തായാലും കിട്ടും. ഞാൻ ന്യൂസിലൻഡിലായതുകൊണ്ട് തന്നെ ഇവിടെ സദ്യ കിട്ടുമെന്ന് നോക്കിയിട്ട് ഒരു കാര്യമില്ല. സോ ഐ ജസ്റ്റ് വെന്റ് ടു എ KFC. ആൻഡ് നിങ്ങളോട് ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഓരോ ബൈറ്റും ഒരുപാട് ഹാപ്പിനെസ്സോടെയാണ് കേട്ടോ കഴിച്ചത്. അതിൻ്റെ മേജറായിട്ടുള്ള റീസൺ എന്താ പറയുക, നമ്മൾ ഈ ഷിപ്പിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ലൈഫിൽ ഉള്ള നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യാതെ പോയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഒരുപാട് വില തോന്നും. അത് നമുക്കിങ്ങനെ ഷിപ്പിൽ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു റെവലേഷൻസ് ആട്ടോ. ഇപ്പോൾ ടൈം ഏകദേശം 2:25 ആയിട്ടുണ്ട്. നമ്മളെ ടാക്സി ഡ്രൈവറോട് പറഞ്ഞ പിക്കപ്പ് ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. നമുക്ക് ഒരു കാരണവശാലും ലേറ്റ് ആകാൻ പറ്റൂല. ആ റിസ്ക് നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ അവിടെ വന്ന് നിൽക്കാമെന്ന് വിചാരിച്ചു. ടൈം ഇപ്പോൾ ഒരു 2:40 നമ്മുടെ ടാക്സി ഡ്രൈവറെ കാണുന്നില്ല. നമുക്ക് ഷിപ്പിലേക്ക് ഒരു 15 മിനിറ്റ് പോകാനും ഉണ്ട്. 3 മണിക്ക് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നല്ല പണിയാവും. ഫൈനലി വണ്ടി എത്തിയിട്ടുണ്ട്. നമുക്ക് വേഗം പോവാം. ഏകദേശം 2:44 15 മിനിറ്റ് നമുക്ക് എങ്ങനെ പോയാലും നമ്മളെ ഷിപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വേണം. പിന്നെ ഈ ലാസ്റ്റ് റിപ്പോർട്ടിംഗ് ടൈം നമുക്ക് ക്യാപ്റ്റനാണ് തരിക. സോ ക്യാപ്റ്റൻ നോർമലി ഒരു ബഫർ ടൈമൊക്കെ കീപ്പ് ചെയ്തിട്ടാണ് ക്രൂവിനോട് ഈ ലാസ്റ്റ് റിപ്പോർട്ടിംഗ് ടൈം നോർമലി പറയാറ്. സോ ഹോപ്പ്ഫുള്ളി ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ ക്യാപ്റ്റൻ ബഫർ ടൈം വെച്ചിട്ടാണ് ക്രൂവിനോട് പറഞ്ഞതെന്ന് വിശ്വസിക്കുന്നു. കാരണം ക്യാപ്റ്റൻ്റെ തെറി കേട്ടാലും കുഴപ്പമില്ല, നമുക്കിനിപ്പോൾ വാണിംഗ് കിട്ടിയാലും കുഴപ്പമില്ല, ഷിപ്പ് പോകാതിരുന്നാൽ മതി. സമയം കറക്റ്റ് 3 മണി. നമ്മുടെ ഭാഗ്യത്തിന് കപ്പൽ ഇവിടെ തന്നെ ഉണ്ട്. ബട്ട് എങ്ങനെ പോയാലും നമ്മളെ ഷിപ്പിലേക്കുള്ള എൻട്രൻസ് ഉള്ള ഗാങ് വേ എത്താൻ തന്നെ നമുക്ക് 300 മീറ്റർ നടക്കണം. പിന്നെ ഗാങ് വേ കയറണം, എന്നിട്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. ഗാങ് വേ ലോഗ് ബുക്കിൽ അവർ നമ്മളെ ടൈമൊക്കെ ലോഗ് ചെയ്യും. അവിടെ ക്യാപ്റ്റൻ ഉണ്ടാവരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നോർമലി ക്യാപ്റ്റൻ ഉണ്ടാവാറില്ല. അവിടെ ഉണ്ടെങ്കിൽ മൂപ്പര വായിലിരിക്കുന്നതൊക്കെ കയ്യോടെ കേൾക്കേണ്ടി വരും. ഇന്ന് തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. വേഗം ഒന്നും അറിയാത്ത പോലെ റൂമിലേക്ക് പോകാം. ആൻഡ് സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഇറ്റ് ഈസ് മാർവിൻ സൈനിങ് ഓഫ്.